വാക്യം വായിക്കാം. I would like to read a verse for tonight's meditation. 29-ാം സങ്കീർത്തനം 8-ാം വാക്യം. Psalms 29 verse 8. ഒരാൾക്ക് ശബ്ദം ഉയർത്തി Can വായിക്കാം. someone read it? യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. Psalms 29 verse 8. The voice of the Lord shakes the desert, the Lord shakes the desert of Kadesh. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനാവുന്ന ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ട ജനത്തെ ഞങ്ങളുടെ ദാസന്മാരെ എല്ലാവരെയും ആശീർവദിപ്പാൻ ഞങ്ങളുടെ അവിടുത്തോട് അപേക്ഷിച്ചു. സന്നിധി പോലെ ഞങ്ങൾക്ക് നൽകണമേ. കൃപയിൽ ഞങ്ങളെ ശരണപ്പെടുന്നു. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തി ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭനാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും. ആമേൻ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരീതിൽ വന്നോരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരീതിൽ വന്നോരു നാമമത്. പാരലോകത്തിൽ ചേർക്കും നാമമത്. പാരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. പായം മുറ്റുമകറ്റുന്ന നാമമത്. പായം മുറ്റുമകറ്റുന്ന നാമമത്. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിൻ്റെ തിരുനാമത്തിന് ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. ഈ സഭയുടെ ശുശ്രൂഷകനും തന്റെ കൂടെ അധ്വാനിക്കുന്ന കർത്തൃദാസന്മാർക്കും ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും പരിഭാഷപ്പെടുത്തുന്ന കർത്തൃദാസനും ഗാനം സൂക്ഷിക്കുന്ന ദൈവമക്കൾക്കെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. I greet everyone over here today, pastors and co-pastors and all the ministers who are involved in worship. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. I thank God for giving me the opportunities to share the word of God. കർത്താവിന്റെ വലിയൊരു ദാസൻ എന്ന് രണ്ട് വാചകത്തിൽ എന്നെ പരിചയപ്പെടുത്തി. ഇനി ഒരു പരിചയം പുതുക്കുവാൻ ഞാൻ മുതിരുന്നില്ല. I'm not going to take any more time to introduce myself since pastor have already. സമയത്തിന്റെ പരിമിതിയെ ഞാൻ ഭയപ്പെടുകയാൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ധ്യാനിക്കാം. We have time limitations. Let's go to the word of God. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെയും മറ്റന്നാളും യോഗങ്ങളുണ്ടല്ലോ സാക്ഷ്യമായിട്ടൊക്കെ ദൈവം അനുവദിക്കുന്നെങ്കിൽ ആ സന്ദർഭത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം. As we have a few more days, I would like to share my testimony in the message that I'll be speaking. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ധ്യാനിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. Let's be in God's presence with prayer as we meditate upon the word of God. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. What we need is God's word. ഞാൻ ഇവിടെ വന്നപ്പോൾ കർത്തൃദാസനോട് ചോദിച്ചു, മറ്റ് രക്ഷിക്കപ്പെടാത്തവർ, മറ്റ് ഇതര സമുദായസ്ഥർ, ഹൈന്ദവർ അവരൊക്കെ ഉണ്ടോ? ഇല്ല, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാന്ന് പറഞ്ഞു.
So I asked Pastor if there is anybody who is not being saved, and he said most of us അപ്പോൾ are saved. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഉതകുന്ന ഒന്ന് രണ്ട് ചിന്തകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ധ്യാനിക്കാം. So I would like to share them from the word of God, for that is apt for the folks who have been saved. നാട്ടിലെ കൺവെൻഷന് വെളിയിലൊക്കെ കൺവെൻഷൻ ആയതുകൊണ്ട് പരസ്യങ്ങളൊക്കെ നടത്തുമ്പോൾ ആ നിലയിലാണ് മെസ്സേജ് പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി നാം രക്ഷിക്കപ്പെട്ട വേർപെട്ട ദൈവമക്കളാകയാൽ ശാന്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ധ്യാനിക്കാം. So back in India, since it is a public meeting, we share the word of God in a different aspect, but now we are all saved, so let's meditate accordingly. ഇന്ന് രാത്രിയിലെ തിരുവചനത്തിന് ആധാരമായിട്ട് വായിച്ചത് 29 സങ്കീർത്തനം 8 വാക്യമാണല്ലോ. So we read Psalms 20, chapter 29, verse 8. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. The voice of the Lord shakes the desert, the Lord shakes the desert of Kadesh. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. So Psalms is a very important book in the word of God. സങ്കീർത്തന ഭാഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുകയും ദൈവമക്കളെ വളരെ ബലപ്പെടുത്തുന്ന അനവധി ദൂതുകൾ അതിനകത്തുണ്ട്. So there are several messages in the book of Psalms, and it is a very important book in the Bible. നൂതന ഉപദേശക്കാരിൽ ഒരു വിഭാഗം പറയുന്നത് സങ്കീർത്തനം പ്രസംഗിക്കരുത്, സഭായുദ്ധത്തിന് വായിക്കരുത്, ധ്യാനിക്കരുത്, വിശേഷിച്ച് പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമം സംസാരിക്കരുതെന്ന് പറയുന്ന ദുരുപദേശക്കാർ ധാരാളമുണ്ട്. There are several people who say that we shouldn't be reading the Psalms in the church, we shouldn't be meditating or worshipping from the Psalms, but all those are false messages. എന്നാൽ ഒരു കാര്യം അരക്കെട്ടിന്ന് രാത്രി ഉറപ്പിക്കാം, വേദപുസ്തകത്തിന്റെ ഏത് ഭാഗവും പ്രസംഗിക്കാം. Let me confirm something, we can share from anything from the word of പുസ്തകം God. 1 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിന്റെ 21 വാക്യം വരെ പ്രസംഗിക്കാം. All the way from Genesis chapter 1 verse 1 to all the way to the end of book of കാരണം എല്ലാ Revelation. തിരുവെടുത്തും ദൈവവിശ്വാസിയുമാണെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. Because it's inspired by the word, by the Holy Spirit. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് പഴയ നിയമം പ്രസംഗിക്കരുത്, യാഗങ്ങള്, ഉത്സവങ്ങള്, പെരുന്നാളുകള്, സമാഗമന കൂടാരം, ദാവീദ്, ഏലിയാവ്, മോശ, ഹാനോക്ക് ഇത്യാദി വിഷയങ്ങളൊന്നും പ്രസംഗിക്കരുതെന്ന് ശഠിക്കുന്ന സ്ഥാപിക്കാൻ തുനിയുന്ന ചിലരുണ്ട്. But there are some people who are just saying that we shouldn't be preaching from the Old Testament. ഏത് ഭാഗവും പ്രസംഗിക്കാം. It doesn't matter, we can ഏത് speak from ഭാഗത്തൂടെ anything. പോയാലും പ്രതിപാദ്യ പുരുഷൻ, പ്രതിപാദ്യ വിഷയം യേശു ക്രിസ്തുവാണ്. No matter where we speak from, the one point that we will be talking about is Jesus ഏത് Christ. ഭാഗം പ്രസംഗിക്കാമെന്നുള്ളതിന് ഇപ്പൊ 2 വാക്യം കണ്ണനത്തിൽ തരാം. വേറെ ധാരാളം വാക്യം ഉണ്ടതെല്ലാം അവിടെ പറയാൻ നേരമില്ല. 2 വാക്യം ഇപ്പം വായിക്കാം. 1 Corinthians 10:6, 10:11, 2 Petrus 3:1-2. So let's read 1 Corinthians chapter 10 verse 11 and 2 Peter chapters 3 verse 11. വേഗത്തിൽ വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഇത് സംഭവിച്ചു. ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഏത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു എന്ന് കൊടുത്തിരിക്കുന്നു. It says in the scripture that it happened as an example. ഏതാണ് ആ വിഷയം? What is this thing? മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ. That's one that's been said മുകളിൽ എന്തോ above. കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. What is it been said in the top? ഇസ്രായേലിന്റെ ചരിത്രം പറഞ്ഞിരിക്കുകയാണ്. It's the history of Israel. 10 അധ്യായത്തിന് 1 മുതൽ വായിക്കാം. Let's read from 10 verse 1. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻകീഴിലായിരുന്നു. മേഘത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയാകാരം നിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പറയുന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യമെങ്കിൽ മിക്ക പേരിലേക്ക് പ്രസാദിച്ചില്ല. എന്നിട്ട് 6-ാം വാക്യം പറയുകയാണ് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. And that's why we talked about all the how the Israelites traveled to the desert, and they traveled under the same cloud, under the same spirit, and then it says that all this happened as an example for us. ഇസ്രായേലിന്റെ ചരിത്രങ്ങളെ ചെറിയ രീതിയിൽ അവിടെ അവതരിപ്പിച്ചിട്ട് പറയുകയാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുന്നു. So all these are illustrated so that we have given it as an example. അതിന്റെ 11-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. Let's read verse 11. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചിരിക്കുന്നു. ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നിരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നതാണ്. And not only this is happening for us, but it's also given as a words of wisdom for us. ഒരു വാക്യം കൂടെ ഇതിനെ ചേർത്ത് വായിക്കാൻ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. 2 Peter chapter 3 verse 1 and 2. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലയോ? വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന്. അപ്പൊ ഈ 2 കാര്യം ഓർക്കണം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വാക്യം. വേദപുസ്തകത്തിലെ ആദ്യത്തെ പ്രവാചകനാണ് ഹാനോക്ക്. So it's say that it's been also written in the past by the holy prophet, and the first prophet is Enoch. കാരണം യൂദായുടെ ലേഖനം 14-15 വാക്യത്തിൽ പറഞ്ഞത് 4-ാം മുതൽ 7-ാമനായ ഹാനോക്ക് താഴത്തെ വാക്യത്തിന്റെ ഒടുവിലെ വാക്യത്തിൽ പ്രവചിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രവാചകൻ ഹാനോക്ക്. So it says in the book of Jude that Enoch is the first prophet. അപ്പോൾ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും So the past prophets who have said these words, അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് തന്ന കൽപ്പനയും and all these testaments given by apostles, എല്ലാം നമുക്ക് ആവശ്യമാണ്. and we need all this. അതുകൊണ്ട് ഇന്ന് രാത്രി ശാന്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ ധ്യാനിക്കാം. So let's meditate accordingly from the word of God. 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണല്ലോ വായിച്ചത്. So we read Psalms 29 verse 8. വേദപുസ്തകത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ സങ്കീർത്തനത്തിന് പ്രാധാന്യമുണ്ട്. So there is importance for his book of Psalms.
ഇടപെട്ട സഭകളുടെ ഒട്ടുമിക്ക ശുശ്രൂഷ രംഗങ്ങളിലും സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. So there is very much importance even for the reading of Bible. നാട്ടിലൊക്കെ സഭായനം നടത്തുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുക പതിവാണ്. Also in India, in worship, they read from Psalms and they സങ്കീർത്തന ശുശ്രൂഷ ദൈവമക്കൾക്ക് വളരെ അനുഗ്രഹമാണ്. And Psalms ministry is much blessing. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സങ്കീർത്തന പ്രബോധനം കഴിഞ്ഞ ചില അമ്മച്ചിമാരും പ്രിയപ്പെട്ട പിതാക്കന്മാരും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച രോഗവും പ്രയാസവും ദുഃഖവും ദുരിതവുമായിരുന്നു, ആരാധനയ്ക്ക് വരുമെന്ന് പോലും സാക്ഷി പ്രതീക്ഷിച്ചതല്ല, എന്നാൽ വളരെ ക്ഷീണിച്ചു അവശതപ്പെട്ടു വന്നു. ആദ്യത്തെ പാട്ട് പാടാൻ പോലും ഒത്തില്ല. എന്നാൽ പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചപ്പോൾ അത് എന്നോടുള്ള ദൂതാണ്. ഞാൻ ബലപ്പെട്ടത് പലരും സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. I heard a lot of people in India when the old people, they were saying that I've been so tired, I was even doubting that I could come to worship today, even I couldn't worship, but after pastor read from the book of Psalms, now I am strengthened in God's presence. എന്നാൽ എനിക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഇവിടെ സങ്കീർത്തനം വായിച്ചുള്ള കൺവെൻഷന്റെ ഉദ്ഘാടന സമയത്ത്. And I'm glad I read from the book of Psalms in the first day. ചില സഭകളിലെ പാസ്റ്റർമാർ സങ്കീർത്തനം വായിക്കുകയില്ല, കാരണം വായിക്കാൻ അറിയാൻ മേലായിട്ടല്ല, പേടിച്ച കമ്മിറ്റിക്കാർ ബഹളം ഉണ്ടാക്കും. അവരെ പേടിച്ച്, കാരണം നിങ്ങൾ 2-3 കൊല്ലം തിരിക്കണമല്ലോ, അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. In some churches, the pastors are scared to read from the book of Psalms because they are scared there will be issues. ദൈവത്തെ ഭയപ്പെടുക. We need to fear God. അപ്പോൾ സങ്കീർത്തന പാരായണത്തിന് പ്രാധാന്യമുണ്ട്. So there is importance in reading the Bible. അതുപോലെ തന്നെ നാം ഒരു വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നിശ്ചയമായിട്ട് കർത്തദാസന്മാർ 45-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുക പതിവാണ്. So also when we attend the wedding ceremony, we read the ministers read from the book of Psalms 45. ആ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ശുശ്രൂഷയ്ക്ക് ഭൂഷണമാണ്. Because that is a decoration for the ministry. വിവാഹം കഴിക്കുന്നവർക്കും കഴിച്ചവർക്കും കഴിക്കാൻ പോകുന്നവർക്കും എല്ലാം ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹമാണ്. So it's a blessing for whoever got married and who got married. So they pray accordingly from the book of Psalms 45. You need to respect your family, you need to respect other families and God. അതുപോലെ തന്നെ നാമനെ ശവസംസ്കാരം നടക്കുന്ന വീട്ടിൽ സങ്കീർത്തനം വായിച്ച് സമയവും സന്ദർഭവും അനുസരിച്ച് അതിൽ നിന്ന് ആശ്വാസവാക്ക് പറയും. സാധാരണ 90-ാം സങ്കീർത്തനം വായിക്കുക പതിവാണ്. Same thing for funeral, they give words of consolation by reading Psalms 90. ഇസ്രായേലിന്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോന്റെ നിര്യാണത്തിൽ അഹരോന്റെ അനുജനാകുന്ന മോശ ഭാരപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളെ പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് പിടിച്ചുയർത്തുവാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 90-ാം സങ്കീർത്തനം. So the Psalms 90 is the prayer that Aaron and Moses, they are praying to God to give them the words of hope. കർത്താവേ, നീ തലമുറകളായി ഞങ്ങളുടെ സങ്കേതം വായിക്കുന്ന പർവ്വതമുള്ളാണ്ട് നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പേ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്ന അടുത്ത വാക്ക് നീ മർത്തിനെ പൊടിയിലേക്ക് ചേരുവാനാക്കുന്ന മനുഷ്യപുത്രന്മാരെ ഏകവചനത്തിൽ പറഞ്ഞേച്ചും ബഹുവചനത്തിൽ തിരികെ വിളിക്കുന്നു. And it says that for Father, you have counted all of us, and who are we that for you to remember? അങ്ങനെ ആ ശുശ്രൂഷ ഈ സങ്കീർത്തന ശുശ്രൂഷ ഒരു അനുഗ്രഹമാണ്. So this reading Psalms is a blessing. അതുപോലെ തന്നെ നാട്ടിലൊക്കെ പുതിയ വീട് പണിത് കഴിയുമ്പോൾ ആ പണിത പുള്ളിയെ വീട്ടിലോട്ട് പ്രാർത്ഥിച്ച് കയറ്റുമ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചാണ് കയറ്റുന്നത്. So the same thing when you buy new houses, when the minister come, they also read book of Psalms. നിന്റെ കൈയുടെ അധ്വാനബലം നീ ഭാഗ്യവാൻ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് എങ്ങനെയാണ് ദൈവത്തിന് അറിയാം, എന്നാൽ ഇത് പ്രാർത്ഥിച്ചാൽ അങ്ങോട്ട് കയറ്റുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയാൻ പോലെ പറഞ്ഞു. So they say that they also read the Psalms and say that God, you blessed us all the work, you have blessed my wife who is a blessing, and I think that is true. അപ്പോൾ സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചാണ് വീട് പണിത പുരുഷനെയും സ്ത്രീയെ അവരുടെ കുടുംബത്തെ അതിനകത്തോട്ട് ദൈവദാസന്മാരെ സാധാരണ പ്രവേശിപ്പിക്കുന്നത്. So they let the family go in by reading the book of Psalms. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവം നമുക്ക് അവകാശമായി തന്ന തലമുറയെ പ്രതിഷ്ഠിക്കുമ്പോൾ സാധാരണ ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിക്കുക പതിവാണ്. Same thing when we dedicate our children, they also read the book of Psalms. മക്കളെ ഹോവാതരുന്ന അവകാശം ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം വീരന്റെ കയ്യിൽ അസ്ത്രം അങ്ങനെയാകുന്ന യൗവനത്തിലെ മക്കൾ അവയെ കൊണ്ടുവരുന്ന ആവണാണിക്കുന്ന ഒരു പുരുഷൻ ഭാഗ്യവാൻ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ആ കൊച്ചിനെ പ്രതിഷ്ഠിക്കുന്നത്. So blessed is the man accordingly it says all the blessings upon the man who has a child, and then they dedicate the child. മറ്റൊരു കൊച്ചിനെ പ്രതിഷ്ഠിക്കാൻ ഞാൻ പോയി പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പോൾ കൊച്ചില്ല, കൊച്ചു മുറ്റത്ത് പന്ത് തട്ടി കളിക്കുക. പിന്നെ സെക്രട്ടറി ഓടിച്ചിട്ട് പിടിച്ച് നിർത്തി പ്രതിഷ്ഠിച്ചു, അതിനെ പ്രതിഷ്ഠിച്ചു. അതിന്റെ പിന്നെ അറിയാനുണ്ടായിരുന്നു. One time I went to dedicate a child, the child was in there, the child was outside, the secretary has to go get the child, and then we continue the dedication. അപ്പോൾ അപ്പോഴും ഒരു സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചാൽ സാധാരണ പ്രതിഷ്ഠിക്കുക പതിവ്. So even for dedication they read the book of Psalms. അതുപോലെ തന്നെ നാട്ടിലുള്ള ദൈവമക്കൾ ദൂരയാത്രയോ വിദേശ യാത്രയോ വിദൂര യാത്രയൊക്കെ ചെയ്യുമ്പോൾ ദൈവദാസന്മാരെ ലോക്കൽ സഭയിലെ ശുശ്രൂഷനെ അറിയിക്കും. So also when the people travel to different places, they tell it to the ministers. ശ്രദ്ധിക്കുക, ഒരു ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ് സങ്കീർത്തന പാരായണം. So the book of Psalms is a blessing. അപ്പോൾ സങ്കീർത്തനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. So the book of Psalms has much importance. സങ്കീർത്തന ശുശ്രൂഷ നമുക്ക് വളരെ അനുഗ്രഹമാണ്. So this book of Psalms is a blessing. അപ്പോൾ അവൻ സങ്കീർത്തനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ദൈവമക്കൾക്ക് വളരെ ഭൂഷണമാണ്. It is of much importance to read, to meditate, and to study and to teach the book of Psalms. രാത്രിയിലെ ചിന്തയ്ക്കാധാരമായിട്ട് വായിച്ചത് 29-ാം സങ്കീർത്തനം 8-ാം വാക്യമാണല്ലോ. So we read from Psalms 29 chapter 1. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിച്ചു.
യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നവ കാദേശ് മരുഭൂമിയെ നടക്കുന്നു. The sound of God trembles the desert and also the desert of Kadesh. ഈ സങ്കീർത്തനത്തിലെ ഒട്ടുമിക്ക വാക്യങ്ങളും വേറെപ്പെട്ട ദൈവമക്കൾക്ക് മനഃപാഠമാണ്. So the lot of verses in the Psalms everyone know by heart. പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ ഉരുവിട്ട് ഉച്ചരിച്ച ഉച്ചസ്ഥലം പലരും പ്രാർത്ഥിക്കാറുണ്ട്. So a lot of people when they pray they read from this book, this Psalms. സാധാരണ കൺവെൻഷൻ വേദികളിലൊക്കെ ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുമ്പോൾ മുന്നോട്ട് വന്ന ഈ വാക്യങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുക പതിവാണ്. So the lot of people when they come to prayer in conventions they read from this Psalm. കർത്താവേ നിന്റെ ശബ്ദം കേൾപ്പിക്കണം, മരുഭൂമിയെ നടക്കുന്ന ശബ്ദം, മാൻപേടകൾ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, മരത്തിന്റെ തോന്നിക്കുന്ന ശബ്ദം, കാദേശ് മരുഭൂമിയെ നടക്കിയ ശബ്ദം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക പതിവാണ്. So it talks about the voice of Lord in different aspects as it twists the oaks and the forests and cry glory. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടക്കുന്നു. The voice of the Lord shakes the desert, the Lord shakes the desert of Kadesh. അല്പസമയത്തെ ചിന്താവിഷയം കാദേശ് മരുഭൂമിയെ നടക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് കാദേശ് തടഞ്ഞത്, അതാണ് ഇന്ന് രാത്രിയിലെ വിഷയം. So I'm going to talk about why God shakes the desert of Kadesh. കാദേശ് മരുഭൂമി നടക്കാനുള്ള കാരണം, the reason that the desert is shaken. കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം അല്ലെങ്കിൽ ദൈവത്തിന് വിശുദ്ധം, അതാണ് കാദേശ് എന്ന വാക്കിന്റെ ഒരർത്ഥം. The meaning of the word Kadesh is holy to God. എന്നാൽ കാദേശിന് പണ്ട് ഒരു പേരുണ്ട്, പ്രണയ പേര് ഏൽ മിഷ്പാത്ത്. വായിക്കാം ഉൽപ്പത്തി പുസ്തകം 14:6. Let's read Genesis chapter 14 verse 6. ഏമ്യരെയും സേയീർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞ കാദേശ് എന്ന ഏൽ മിഷ്പാത്ത് വന്ന്, കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. So the name of the Kadesh is En Mishpat. ഏൽ മിഷ്പാത്ത് എന്ന വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം. So the meaning of this En Mishpat is a place of judgment. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം യുദ്ധങ്ങളുടെ അധ്യായമാണ്. So Genesis chapter 14 is a book of war. 4 രാജാക്കന്മാർ 5 നാട്ടുരാജന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. There is this 4 kings local and 4 other kings. ആദിയായ ബാബിലോണിയായുള്ള 4 പേര്, ബേരാബ്, ശാശിരാമ, സോമർ ആദിയായ സോദോമിയായുള്ള 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. 4 പേര് 5 പേരുമായിട്ട് യുദ്ധം ചെയ്തു. So there is this 4 kings fighting with 5 kings. അങ്ങനെ 4 പേരെ പേടിച്ച് 5 പേര് ഓടി. So this 5 kings went back after being scared by the 4 kings. ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുടിക്കകത്ത് പോയി. നല്ല കുടിയല്ല, കീഴ്ക്കുടി, സിദ്ധിദാൻ വരെയുള്ള യുദ്ധമാണ്. കീഴ്ക്കുടി ഓയിൽ കുടി പോയി. So what happens is that the king of Sodom he went into a pit. പലരും ചെതറി ഓടി. And the rest scattered. ഒരുത്തന് എതിർച്ചയാ ഓടി വന്ന എബ്രായനായ അബ്രഹാമിനോട് വന്ന് പറഞ്ഞു, The one guy, a Hebrew guy came to അബ്രഹാമിന് സോദോമിൽ യുദ്ധം നടന്നു. there was a war in സോദോമിനെ Sodom കൊള്ളയിട്ടു. and it happened. സോദോമിനെ അപഹരിച്ചു. And Sodom was നിന്റെ സഹോദരപുത്രൻ ലോത്ത് അവന്റെ ഭാര്യ 2 പെൺകുട്ടികൾ സർവ്വസമ്മതം തട്ടിക്കൊണ്ടുപോയി. and your nephew Lot and his 2 daughters and they all been taken captive. അന്ന് അബ്രഹാം മമ്രയുടെ തോപ്പിൽ പാർക്കുകയാണ്. And Abraham was in മമ്ര Mamre. എന്ന് പറഞ്ഞാൽ ഒരു അമോര്യനാണ്. അവന്റെ 2 സ്നേഹിതന്മാരുണ്ട്, ആനേർ യശ്കോൽ. മമ്ര, ആനേർ, യശ്കോൽ 3 പേര്. And this guy Mamre has 2 other friends. അബ്രഹാം തന്നെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട 318 അപ്പിയാസുകളെ ഇവരെ 3 പേരെ 318 321 അബ്രഹാമിനെ കൂട്ടി 322 പേര് അന്ന് രാത്രി സോദോമിനെ കൊള്ളയിട്ട 4 വമ്പൻ രാജാക്കന്മാര് അമ്പെ പരാജയപ്പെടുത്തി. അബ്രഹാം ഇവരെ പരാജയപ്പെടുത്തി. And all the servants who have been in Abraham's house they went back and they ഇഷ്ടമുള്ള ജനത്തെ എല്ലാം അവിടെ കൊന്നൊടുക്കി. ഇഷ്ടമുള്ളവരെ കൊന്നൊടുക്കി. and they killed all the enemies too. കൊന്നൊടുക്കിയ സ്ഥലമാണ് ഏൽ മിഷ്പാത്ത്. So that is the place where Abraham killed God is. അതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലമെന്ന്. That's why it's called the place of judgment. അപ്പോൾ കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവയ്ക്ക് വിശുദ്ധം. So Kadesh means holy to God. കാദേശിന്റെ പണ്ടത്തെ പേരാണ് ഏൽ മിഷ്പാത്ത്. And the old name En Mishpat ആ means വാക്കിന്റെ അർത്ഥം ന്യായവതിയുടെ സ്ഥലം it's a place of judgment. എന്ന് പറഞ്ഞാൽ Means ന്യായവതിയുടെ സ്ഥലത്തെ the place of judgment. ദൈവം തമ്പുരാൻ ഭിന്നത്തെ അതിൽ വിശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. The God sanctified it and then it made. ഒരു കാലത്ത് ഇത് ന്യായവതിയുടെ സ്ഥലമായിരുന്നു. So once it was a place of judgment. ദൈവം അതിനെ വിശുദ്ധീകരിച്ച് കാദേശാക്കി. When God sanctified it, made a place of holiness. സൂചിപ്പിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, What I'm trying to say is, ഒരു കാലത്ത് ഞാൻ നിങ്ങളുമെല്ലാം ന്യായവതി കരകരായി പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചൊരു കാലമുണ്ട്. എന്നാൽ ആ കാലത്തിൽ നിന്ന് യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ രക്ഷിച്ചു. just like what we were saying, we were one time we were in a place of judgment, we were sinners, but God called us to His holiness. പാപത്തിന്റെ മടികുടിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും യേശു ക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചു. And God has saved us through Jesus Christ from the place of sin. ക്രിസ്തുയേശു നമ്മുടെ ന്യായവതികൾ അല്ലെങ്കിൽ നമ്മുടെ ശിക്ഷാവിധികളെല്ലാം മാറ്റി യേശു ക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിപ്പാനിടയായി. And God took upon him all the judgment and we were made the children of God. നമ്മെ രക്ഷിച്ചത്, നമ്മളെ വിളിച്ചത് എപ്പോഴാണെന്ന് കൃത്യമായ ഒരു ഡേറ്റ് പറയുവാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലൊക്കത്തില്ല. And it's not possible to exactly say which day we were saved. നമ്മുടെ മനോബലത്തിലോ ബൈബിളിലോ അല്ലെങ്കിൽ ഡയറിക്കൊക്കെ
എഴുതിയിട്ടിട്ടുണ്ട് 75 മാർച്ച് 12 യേശുവിനെ കണ്ടത്. അത് നമ്മൾ എഴുതിയ ഡേറ്റാ, പക്ഷേ അതിലൊക്കെ എത്രയോ കൊല്ലം മുമ്പാ ദൈവം നമ്മെ കണ്ടത്. We have a certain day that we got saved, but just imagine how long before that God has really saved us. ഒരു കണ്ണിന് പോലും ദയവാനാണ് എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ യേശു നമ്മെ രക്ഷിപ്പാനിടയായി. When everybody was against us, when everybody hated us, God called us. ദൈവത്തിന്റെ വലിയ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടത്. As like our pastor mentioned, I was being called from a Hindu background. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് വൃശ്ചികവ്രതം നോക്കി വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അന്ന് രാത്രി ഒരു യാത്രിയോഗത്തെ സംബന്ധിച്ചു. ആ രാത്രി യേശുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവഭാഗ്യം നൽകി. I was on my way to Sabarimala and was going to a temple, and on my way back from the temple I attended a service and I accepted Christ as my Savior. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെയോ മറ്റന്നാളോ അതിന്റെ സന്ദർഭം പോലെ സാക്ഷ്യമായിട്ട് പറയുവാൻ കർത്താവ് ശരണപ്പെടുന്നു. I would like to share the testimony, if God willing, tomorrow or day after. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ രക്ഷിപ്പാനിടയായി. Through Jesus Christ, God has saved us. വരുമാനിരുന്ന സകല ന്യായവിധികളും ദൈവം ഒഴിച്ചു മാറ്റി തന്നു. And He took care of all the judgment that was supposed to come upon us. ഞാൻ ഓർപ്പിച്ചല്ലോ, എപ്പോഴാ ദൈവം നമ്മെ രക്ഷിച്ചത് എന്ന് കൃത്യമായ ഒരു ഡേറ്റ് പറയുവാൻ ആർക്കും ഒക്കത്തില്ല. So like I said, we cannot really say or pinpoint exactly which day we got saved. പണ്ട് ഒരു സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. I have heard something like this. മഹാകവി സൈമൺ സാർ സുഖമില്ലാതായി. K.V. Simon sir was not feeling well. അതിന്റെ അദ്ദേഹത്തിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ട് ശരീരമൊക്കെ ചലിക്കും, സംസാരിക്കാൻ പറ്റുകയില്ല. And he couldn't speak. അപ്പൊ ചരിത്രം ഇങ്ങനെ പറഞ്ഞു, സാറിനെ കാണാൻ എന്ന് ബ്രദർ സഭയിലെ 3 സാറന്മാര് കുന്നുപുറത്ത് തറവാട്ടി ചെന്നു ആറന്മുള. And to see K.V. Simon sir, three brothers from my brother and church came. സാറ് കട്ടിലിങ്ങനെ ഈ സംസാരശേഷി നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. And Simon sir was on the bed. അപ്പൊ ബ്രദർ സഭയിലെ വേറെ 3 സാറന്മാർ, എം.വി. ചെറിയ സാറ്, ടി.കെ. ശൗമൽ സാറ്, വൈ.എസ്. സാറ്, ഇവര് 3 സാറിനെ കാണാൻ ചെന്നു. And all these 3 brothers from the brother church came to see K.V. Simon sir. ഇവരെല്ലാം വേദവിഷയത്തിൽ വളരെ പാണ്ഡിത്യമുള്ളവരാകയാൽ കുടുംബം വേദവിഷയങ്ങൾ അയവിറക്കുക പതിവാണ്. And since all these were very educated in the word of God, they would discuss that. അങ്ങനെ സംസാരിച്ചു വന്ന സന്ദർഭത്തിൽ And when they were discussing, എലത്തൂരിലെ ശൗമേൽ സാറ് പറഞ്ഞു, എന്നാലും എന്റെ സഹോദരന്മാരെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം നമ്മെ കണ്ടല്ലോ. and he said like this, oh, even when we were in our mother's womb, Christ saw us. സാർ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, കാണിച്ചു. അതിന് മുന്നെയാണ്, മിണ്ടാൻ വരാത്തതുകൊണ്ട് കാണിച്ചു, അതിന് മുന്നെയാണ്. So the Tsar said no. Before that, he actioned. എം.വി. ചെറിയാച്ചൻ പറഞ്ഞു, ബ്രദറെ ശൗമേലെ തെറ്റി, അമ്മയുടെ ഉദരത്തിലല്ല, നാം പിണ്ണാകാരമായപ്പോൾ ദൈവം നമ്മെ കണ്ടതാണ് പറഞ്ഞു. And he said, oh, even before that, when we were a zygote, he saw us. ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിന് മുന്നെയാണ്, മിണ്ടാൻ വരാത്തതുകൊണ്ട് അതിന് മുന്നെയാണ് And he കാണിച്ചു. said, no, before that. അപ്പൊ എസ് സാർ പറഞ്ഞു, ചെറിയാച്ച തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴുമല്ല, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ കണ്ടതാണ്. And he said, no, we were wrong, even way before that, before the foundation of earth was laid. ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിന് മുന്നെയാണ്. And he said, no, before that. വൈഎസ് സാർ കുറച്ചുകൂടെ പണ്ഡിത ശിരോമണി ആറാമട അദ്ദേഹം പറഞ്ഞു, ചെറിയാച്ച എനിക്കും തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പല്ല, യുഗാരംഭത്തിലെ ദൈവം നമ്മെ കണ്ടതാണ് പറഞ്ഞു. Oh, he said, even before the foundation of earth, when the time have started. കാരണം യെശയ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവമാണ്. ആ വാക്യം കൂട്ടിയതാ സാർ പറഞ്ഞത്, യുഗാരംഭത്തിലെ ദൈവം നമ്മെ കണ്ടതാണ്. So it says, even in the beginning of dispensation, you have been our God. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിനു മുന്നെയാണ്. പുള്ളി എന്ത് ചെയ്താ സമ്മതിക്കുക. And he said, even before that. അപ്പൊ യുഗാരംഭത്തിനുമല്ല, യുഗാരംഭത്തിന് മുന്നമേ ദൈവം കണ്ടതാണ്. So even before the dispensation, he has seen us. സംഭവം നടന്നെന്നാ പറയുന്നത്. So that's why they say ആ that. സംഭവത്തിന് അനന്തരം And after that, ഇവര് പ്രാർത്ഥിച്ചു പിരിഞ്ഞു എങ്കിലും even they prayed and they separated. ചെറിയാച്ചന്റെ ഉള്ളിൽ ഈ വിഷയം വല്ലാതെ മതിച്ചു. In a Pastor M.V. Cherian's heart, it was ചിന്തിച്ച് അയവറക്കി ആലോചിച്ച് വീട്ടിൽ ചെന്നപ്പോ സാർ പാട്ടെഴുതി. and he started thinking about it, and he wrote a song. ഈണച്ചൊരു ഗാനം എഴുതി. And like this. ആ പാട്ട് പഴയ ആൾക്കാർക്ക് ചിലർക്കൊക്കെ അറിയാം. എനിക്ക് പാടാൻ വലിയ സ്വരവും ശബ്ദവും സുഖപ്രദമല്ലെങ്കിൽ ഞാൻ സന്തോഷം വന്നാൽ യേശുദാസിരുന്നാലും പാടും. I don't sing with good voice, but when I get happy, I sing no matter who is here. ചെറിയാച്ചന് കേരളത്തിലെ ക്രൈസ്തവർ കൊടുത്തിരുന്ന വിശേഷണ പദം മധുരയുടെ മധുരഗായകൻ എന്നാണ്. He is a sweet singer. കുമ്പനാടിനടുത്ത് കുടിയേണ്ടുവരുന്ന സുവിശേഷ പേരുകളുടെ ബന്ധത്തിൽ മധുരയ്ക്ക് കുടിയേറി പ്രേക്ഷക പ്രവർത്തനം നൽകി ഈടുറ്റ ഗാനങ്ങൾ ക്രൈസ്തവ കൈകളിലേക്ക് സമ്മാനിക്കപ്പത്തിന് ഉപദേശം തെറ്റാതെ, അതിന്റെ ട്യൂണ് തെറ്റാതെ, പദത്തിന് യാതൊരു വ്യതിയാനം വരുത്താതെ വളരെ ക്രമത്തിൽ ചിട്ടയ്ക്ക് നല്ല ചരട് പിടിച്ചതുപോലെ ആ ഈടുറ്റ ഗാനം എഴുതിയാണ് ചെറിയാച്ചൻ. അതുകൊണ്ട് മധുരയുടെ മധുരഗായകൻ എന്നുള്ള പേരാണ് കൊടുത്തേക്കുന്നത്. So he was from Kumbanad and then he went to Madurai, and even going there, he wrote all the songs. That's why he sing the singer of Madurai with sweetness. യുഗാരംഭത്തിന് മുന്നമേ ദൈവം കണ്ടല്ലോ എന്നുള്ള വിഷയം തന്നെ അകത്ത് കയറിയപ്പോൾ, So when he said that even before the beginning of dispensation, വീട്ടിൽ ചെന്നൊരു പാട്ടെഴുതി. and he wrote a song like this. അതിയുഗങ്ങൾ തുടസമായതിൻ മുൻപേ
ആദിയുഗങ്ങൾ തുടസം ആയതിൻ മുൻപേ ആദിപരാപാപികളെ ഓർത്ത നിന്നൻപേ ആശ്രയമാതാണെനിക്കുള്ള ആശയിൻ കൂമ്പേ ദിവ്യ കാരുണ്യകാമ്പേ ദിവ്യ കാരുണ്യകാമ്പേ സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ സ്വർഗസുഖമണുവളവും അനുഭവമാക്കാൻ യോഗ്യതയില്ലാതെ എനിക്കൽപ്പവും ഓർക്കിൽ ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപശിക്ഷകൾ പോക്കി പാപശിക്ഷകൾ പോക്കി ഭാഗ്യവശാൽ പാപിയ ഞാൻ രക്ഷിതനായി പാപം പാടിയ കുഴപ്പമൊന്നും വരികയല്ല. അപ്പോൾ വളരെ ഈടുറ്റ ഗാനമാണ്. യുഗാരംഭത്തിന് മുന്നമേ ദൈവം നമ്മെ കണ്ടു. So even before that God saw us. ഒരു കണ്ണിന് പോലും ദയവാനാണ് എല്ലാവരും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ യേശു നമ്മെ രക്ഷിച്ചു. When everybody hated us, when everybody was against us, even way before that God saw us. പറയും വണ്ടിയും വീടും വസ്തുക്കാരും ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ലതാ, അതൊന്നും കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. യേശു ക്രിസ്തുവിനെ കണ്ടതാണ് നമ്മുടെ ഭാഗ്യം. Even though if you don't have worldly blessings, our blessing is that we saw God. ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. The big blessing is that we have received Christ as our Savior. ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ രാത്രി ദൈവം നിങ്ങൾക്ക് അവസരം തരികയാണ്. നാളെ ഒരു അവസരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തൊരു കാലമാണ്. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. If you have not received Christ as your Savior tonight, is your chance, because we don't know what is holding for tomorrow. മറ്റൊരുത്തനും രക്ഷയില്ല. There is no saving. രക്ഷിക്കപ്പെടുവാൻ For us to save ആകാശത്തിന് കീഴിൽ under the മനുഷ്യരുടെ ഇടയിൽ in among us നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം. There is only one name, that is Jesus Christ, to get saved. യേശു ക്രിസ്തു നമ്മെ രക്ഷിപ്പാനിടയായി. And Jesus Christ saved അപ്പോൾ us. ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. So Kadesh is a place where the place of judgment was changed to a place of hope. യേശു മുഖാന്തരം ദൈവം നമ്മെ രക്ഷിച്ചു. And Christ saved us through Christ. ഇടയ്ക്ക് ദൈവമക്കൾ കൂടുതലുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ സൂചിപ്പിച്ച് പോകുന്ന നല്ലതാ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പണ്ടത്തെ മോഹങ്ങൾ അനുസരിച്ച് ഇനി നടക്കരുത്. So I would like to remind something, that those who have got saved, don't go according to the call of your heart. വാക്യങ്ങൾ ചേർത്തൊന്ന് വായിക്കുന്ന നല്ലതാ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. 1 Peter chapter 1 verse 14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാണ് നിങ്ങളെ വിളിച്ച വിശുദ്ധനത്തവണ്ണം എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ അനുസരിച്ച് നടക്കരുത്. So don't go according to the evil desires of your heart. കാരണം ഇപ്പോൾ നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. Because we are holy now. 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത് വ്യർത്ഥവും പുതുർഭാര്യമിരുമുള്ള നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നുവെന്നാണ്. So even chapter 1 verse 18, that God has redeemed us from the words of our forefathers. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പണ്ടത്തെ മോഹം അനുസരിച്ച് ഇനി നടക്കരുത്. So those who are redeemed shouldn't walk according to the desires. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള മോഹങ്ങൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം നടക്കരുതെന്നാണ് അതിന്റെ അർത്ഥം. What it means that don't walk according to the desires before you got saved. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു? Who were you before you got saved? ഒന്ന് രണ്ട് വാക്യങ്ങള് തെളിവിനൊന്ന് വായിക്കാം. I would like to read 1 or 2 verses. ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടും എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യം, തീത്തോസ് 3-ന്റെ 3, 1 പത്രോസ് 4-ന്റെ 2. So Galatians chapter 4 verse 8 first. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ട്. എന്നാൽ അത് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളില്ലാത്ത അടിമപ്പെട്ട് ഇപ്പോൾ ദൈവത്തെ അറിഞ്ഞ് വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കും. നിങ്ങൾ ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് പുതുതായിട്ട് അതിന് അടിമപ്പെടുന്നത് എന്തിന്? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയി എന്ന് ഭയപ്പെടുന്നു. So it says that do not get enslaved to that old former things again. അപ്പൊ പണ്ടത്തെ യാതൊരു മോഹങ്ങൾ അനുസരിച്ച് ഇനി നടക്കരുത്. So don't walk according to your old desires. പ്രസംഗിച്ചാൽ നാളെ ആൾക്കാർ യോഗത്തിന് വരികയില്ല. So if I keep talking, then you won't be coming back tomorrow. അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ അതിന്റെ ബാക്കി പറയാം. So I would say the remaining in Sunday. കാരണം ഇത്രയും പേര് വന്നത് തന്നെ ദൈവത്തെ ഒത്തിരി പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും ഒത്തിരി വർക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇന്ന് രാത്രി തന്നെ ഞാൻ അസ്വസ്ഥതപ്പെടുത്തുന്നില്ല. ബാക്കി ഞായറാഴ്ച തരാം. I don't want to go too hard because I'll continue in Sunday. പണ്ടത്തെ മോഹങ്ങൾ അനുസരിച്ച് ഇനി നടക്കരുത്. So don't walk according to your നാം വേർപെട്ട ദൈവമക്കളാണ്. because we are redeemed. ഈ ഉപദേശങ്ങളും വേർപാട് ഉപദേശങ്ങളും ഒന്നും ഇപ്പം സഭകൾക്കകത്ത് പറയാറില്ല. So we don't talk about separation much these days. പറഞ്ഞാല് സഭ വിട്ടുപോകുന്നാ പറയാന്. Because they are scared to say that. ഞാൻ പെന്തിക്കോസ് ഉപദേശം നന്നായിട്ട് പറയും.
Because I share a lot of കാരണം Pentecost. ഞാൻ നിങ്ങളെ പോലല്ല പെന്തിക്കോസ് വന്ന വില കൊടുത്തു വന്നയാണ്. Because I paid a price to come to Pentecost. നിങ്ങളിൽ പലരും ഇതിനകത്ത് ജനിച്ചവരാണ്. പിന്നെ ചേട്ടത്തി ഇതിനകത്ത് വന്നപ്പോൾ അനിയത്തി ഇതിനകത്ത് പമ്പി കയറി കുഞ്ഞമ്മയോട് പറഞ്ഞു, കുഞ്ഞമ്മയെ കൂടെ വാടി, ഞങ്ങളുടെ യോഗം തുടങ്ങുന്നുണ്ട്, ഓട്ടോ വിടുന്നുണ്ട്, ഓട്ടോ വയ്ക്കുക. അങ്ങനെ നിങ്ങളങ്ങനെ ബന്ധം പിടിച്ച് വന്നവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് വന്നവർ ചിലർ കാണും. ഞാൻ അങ്ങനെ വന്നതല്ല, ഇതിനകത്ത് വില കൊടുത്ത് വന്നതാണ്. So most of you might have been saved but through the family and might have born in a family like that, but I paid a price. അതുകൊണ്ട് ധാരാളം തല്ലി മേടിച്ചിട്ടുണ്ട് പെന്തിക്കോസ് വന്നതുകൊണ്ട്. I have got a lot of beatings because ആശയങ്ങളും നിന്ദകളൊക്കെ ധാരാളം സഹിച്ചു വില കൊടുത്ത് വന്നത്. അതുകൊണ്ട് ഉയര് പോകുന്നത് വരെ ആമൻ ഈ ഉപദേശത്തിന് വേണ്ടി നിലനിൽക്കുവാനും ആമൻ നന്നായി പറയുവാനും എനിക്ക് താല്പര്യമുണ്ട്, പറയുകയും ചെയ്യും. അത് നിങ്ങളുടെ മോഹം എങ്ങനെ, നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് വിഷയമല്ല, എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി. And since I paid a price for it, I'm going, no matter who hears, whoever he is, I will be sharing the word from the word of God. സാധാരണ എന്നെ ഒന്ന് വിളിച്ചാൽ പിന്നെ വിളിക്കാറില്ല. ഇത് കാരണം എല്ലാവർക്കും ഒന്നും വലിയ തൃപ്തിയില്ല. ആ പ്രതീക്ഷയോടാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. ഇവിടെ അങ്ങനത്തെ പ്രതീക്ഷയോടാണ് വന്നിരിക്കുന്നതും. A lot of people, they don't call me back again because of I've been so harsh. നമുക്ക് എല്ലാവരുമായിട്ട് ഒത്തു യോജിക്കാൻ പറ്റത്തില്ല പല വിഷയത്തിലും. We might not be able to walk along ഞാൻ with ഇവിടെ പറയുന്ന പഴമക്കാർ പറയുമ്പോൾ നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നതല്ല പെന്തിക്കോസ്. Pentecostal is not according to what they say. നാട്ടിൽ പറയും ചേരത്തിൽ നിന്ന് നാട്ടിൽ ചെല്ലുമ്പോൾ നടത്തുണ്ടെന്ന് തിന്നുന്നതല്ല. ആ ഉയര് പോകേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. Don't walk according to what others say. We need to walk according to the word of God. യൂദാ 3:4 വാക്യം. Jude 3:4. പ്രിയരെ, നമുക്ക് പൊതുവെയുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾ കരുതുവാൻ സകല പ്രയത്നമെങ്കിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിക്കുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അപക്വതരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. Thus says Jude 4:3-4. അപ്പോൾ ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസ പ്രമാണം. So it's been given to us once. ഈ പ്രമാണത്തിന് വേണ്ടി ആദ്യം വരെ നിൽക്കണം. So we need to stand according to this word. പ്രമാണത്തിനും ഉപദേശത്തിനും വേണ്ടി നിൽക്കുമ്പോൾ എല്ലാവർക്കും താല്പര്യം വരികയില്ല. So if you stand for this word, നമ്മളെ ഒറ്റപ്പെടുത്തും. You will be ostracized. തിക്താനുഭവങ്ങൾ പലതും സംഭവിക്കും. There will be feedbacks. എന്നാൽ എബ്രായലേഖനം 11-ാം അധ്യായത്തിലുണ്ടല്ലോ, സമ്പത്തുകളുടെ ഉപകാരവും വിശ്വാസത്തിന് വേണ്ടി സന്തോഷത്തോടെ സഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. So but in Hebrews it says, even though I go through all the troubles, I come to joy. പണ്ടത്തെ മോഹം അനുസരിച്ച് നീ നടക്കരുത്. So don't walk according to evil വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. because we are the redeemed. അപ്പൊ ന്യായവിധിയുടെ സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിച്ചു. അതാണ് കാദേശ്. So Kadesh is a place where judgment was turned to place of hope. എന്നാൽ ദൈവം തമ്പുരാൻ വിശുദ്ധീകരിച്ച് കാദേശ് മരുഭൂമിയിൽ നടുങ്ങി എന്നാണ് കുർബാനത്തിൽ കണ്ടത്. So it says this Kadesh was shaken. എന്തുകൊണ്ടാണ് കാദേശ് നടുങ്ങിയത്? So why was Kadesh shaken? കാദേശ് നടുങ്ങാനുള്ള കാരണം What is the reason? ശ്രദ്ധിക്കുക, കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. Kadesh is one of those places that was close to Canaan. ഒരു വാക്യം വാക്യ ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 13-14 വാക്യം. Deuteronomy 2:13. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പിൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരതോട് കടന്നിരിക്കുന്നു. വായിച്ചാട്ടെ. ഇപ്പോൾ എഴുന്നേറ്റ് സേരതോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരതോട് കടന്നു. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത്തോട് കടക്കും വരെയുള്ള കാലം. നാം കാദേശ് ബർന്നയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരതോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോനാക്കളാകുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. എനിക്ക് ആ പദം പറയാൻ ഭയമുണ്ട്. മുടിഞ്ഞു പോയെന്ന് അവൻ എഴുതിയിരിക്കുന്നുണ്ട്, പറയാതിരിക്കാനൊക്കത്തില്ല. മുടിഞ്ഞു പോയി. അടുത്ത പദം, അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ തക്കവണ്ണം അവർക്ക് വിരോധമായി. ഇവിടെ കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കാദേശ്. So we see that Kadesh was close to the land of Canaan. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ The place of Canaan, ഉലകത്തിലെ ഏറ്റവും നല്ല സ്ഥലമാണ്. it's one of the best places on earth. ഏദൻ പർദീസ കഴിഞ്ഞാൽ നല്ല സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കനാൻ ദേശം. So Canaan is one of the best places after Eden. കനാൻ ദേശത്തിന് 4 അതിരുകളുണ്ട്. കിഴക്ക് ബാഷാൻ പർവ്വതം, വടക്ക് ലെബനോൻ പർവ്വതം, തെക്ക് മിസ്രയീം തോട്ട്, പടിഞ്ഞാറ് കടലും വരെ 4 അതിരുകളുണ്ട് കനാൻ നാടിന്. So Canaan has got 4 boundaries on all 4 ഈ sides. കനാന് പല പേരുകളുണ്ട്. കനാൻ നാട്, പലസ്തീന്, എബ്രായരുടെ ദേശം, വാഗ്ദത്ത നാട്, വിശുദ്ധ നാട്, പല പേരുകളുണ്ട് കനാന്. So it has got several places. It's got Palestine, the land of the holy ones, or the land of God, and the different names of കനാൻ നാട് എന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശം കൈയടക്കി വെച്ചു. So the reason it was called Canaan because the sons of Canaan were inhabited. ആരാണ് കനാന്റെ സന്തതി? Who are the sons of Canaan? നോഹയുടെ കൊച്ചുമക്കളാണ് കനാൻ. Those are the children of Noah. നമുക്കറിയാം
മൂന്ന് മക്കള്. Noah has got 3 children. ഷേം, ഹാം, യാഫത്ത്. Shem, Ham, Japheth. അതിലെ ഷേമിന്റെ 10ാം തലമുറയാണ് അബ്രഹാം. ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ് ഫിലിസ്തീനും കനാന്യരും. So the Shem has got Abraham in the genealogy, and the Ham has got Canaan as we come through. വേഗത്തിൽ വായിക്കാമെങ്കിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ അതിനോട് ചേർത്ത് വായിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. If you can read very fast, I would like to read few more verses. ഉൽപ്പത്തി പുസ്തകം 10ാം അധ്യായത്തിന്റെ 1ാം വാക്യം 10ന്റെ 6, 10ന്റെ 13, 10ന്റെ 14, 11ന്റെ 10, 12, 14, 16, 18, 20, 22, 24, 26, 27. ആദ്യം 10ാം അധ്യായം 1ാം വാക്യം വായിക്കുക. ഉൽപ്പത്തി പുസ്തകം. So Genesis chapter 10. നോഹയുടെ പുത്രന്മാരായ നോഹയുടെ പുത്രന്മാരായ ശേം, ഹാം, ശേം, ഹാം, യാഫത്ത്. നോഹയ്ക്ക് 3 മക്കൾ, ഷേമും ഹാമും യാഫത്തും. So Noah, എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. so we see here Noah has got 3 sons, Shem, Ham, and Japheth. അതിലെ ഷേമിന്റെ 10ാം തലമുറയാണ് അബ്രഹാം. So Abraham is the 10th generation from Shem. ഈ തലമുറകളുടെ ചരിത്രം പഠിക്കുമ്പോൾ So if you learn the history of genealogy, ആദാം മുതൽ നോഹ വരെ 10 തലമുറ, so from Adam to Noah it's 10 നോഹ generation. മുതൽ അബ്രഹാം വരെ 10 തലമുറ, From Noah to Abraham 10 generation. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, So Abraham to David 14 ദാവീദ് മുതൽ generation. ബാബേൽ പ്രവാസം വരെ 14 തലമുറ, From David to Babel captivity 14. ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. So Babel captivity to Christ it 3, is 14. 14, 2, 10, 2, 10, 20, 3, 14, 42, 42, 20, 62. ആദാം മുതൽ ക്രിസ്തു വരെ എണ്ണപ്പെട്ട തലമുറ 62. So it is 62 generations from Adam to Christ. ആദാം, ശേത്ത്, ഏനോശ്, കേനാന്, മഗലേല്, യാരെദ്, ഹാനോക്ക്, മഥൂശലഹ്, ലാമെക്ക്, നോഹ, ശേം, ഹാം, യാഫത്ത്, രയൂബ്, പെരൂബ്, ശെരൂഗ്, രഗൂബ്, നാഹോർ, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യഹൂദ, പേരെസ്, ഹെസ്രോൻ, നഹ്രോൻ, തൻവാൻ, അബീനാദാബ്. അങ്ങനെ തലമുറ ആകെ 62. ആദാം മുതൽ ക്രിസ്തു വരെ 62 തലമുറ. So 62 in genealogy you see 62 generation from all the way from Adam to Christ. അതിലെ ഈ ഷേമിന്റെ വംശത്തിൽപ്പെട്ടതാണ് അബ്രഹാം. So Abraham is in the genealogy of Shem. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 11ാം അധ്യായത്തിന്റെ 10ാം വാക്യം. 11 verse 10 Genesis. ശേമിന്റെ വംശപാരമ്പര്യമാവിത്. ഷേമിന്റെ വംശപാരമ്പര്യമാവിത്. ശേമിന് 100 വയസ്സായപ്പോൾ 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് മുമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12ാം വാക്യം. അർപ്പക്ഷാദിന് 35 അവൻ വയസ്സായപ്പോൾ ശാലേഖിനെ ജനിപ്പിച്ചു. 14ാം വാക്യം. ശാലേഖിന് ശാലേഹിന് 30 വയസ്സായപ്പോൾ അവൻ ഏബേരിനെ ജനിപ്പിച്ചു. 16ാം വാക്യം. ഏബേരിന് ഏബേറിന് 34 അവൻ വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18ാം വാക്യം. പെലേഗിന് പേലെഗിന് 30 അവൻ വയസ്സായപ്പോൾ രയൂബിനെ ജനിപ്പിച്ചു. 20ാം വാക്യം. രയൂബിന് ദെയൂവിന് 32 അവൻ വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22ാം വാക്യം. ഷെറൂഗിന് ശെരൂഗിന് 30 അവൻ വയസ്സായപ്പോൾ നാഹോറിനെ ജനിപ്പിച്ചു. 24ാം വാക്യം. നാഹോറിന് നാഹോറിന് 29 വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു. 26ാം വാക്യം. തേരഹിന് തേരഹിന് 70 വയസ്സായപ്പോൾ ആ. അബ്രഹാം അബ്രഹാം. നാഹോർ അതിന് 27ാം വാക്യം വായിച്ച സിസ്റ്ററെ. തേരഹിന്റെ തേരഹിന്റെ വംശപാരമ്പര്യം. അവിടെ തേരഹ് അബ്രഹാമിനെ, നാഹോറിനെ, ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്തെ കൽദയുടെ പട്ടണമായി ഊര് വെച്ച് തന്റെ അപ്പനാകുന്ന തേരഹിന് മുന്നേ മരിച്ചുപോയി. അബ്രഹാമിന് നാഹോറും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. വായില്ലേ? ഇവൾ മിൽക്കയുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൾ തന്നെ. ആ. സാറായി മച്ചിയായിരുന്നു. സാറായിയായിരുന്നു. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. അടുത്ത വാക്യം. തേരഹ് തന്റെ മകനായ തേരഹിന്റെ മകനായ അബ്രഹാമിനെയും അബ്രഹാമിനെയും ഹാരാന്റെ മകനായ ഹാരാന്റെ മകൻ തന്റെ പുത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായ ഭാര്യയായി തന്നെ വരവളാണ് സാറായിയെ കൂട്ടിക്കൊണ്ട് കൽദീയുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര പോകാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. തേരഹിന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരഹ് ഹാരാൻ വെച്ച് മരിച്ചു. ഇത് അബ്രഹാമ്യ പാരമ്പര്യം. Oh, so this is the genealogy of Abraham as we see in the book of Genesis അപ്പോൾ chapter 7. ഷേമിന്റെ 10ാം തലമുറയാണ് അബ്രഹാം. So Abraham is the 10th generation from Shem. രണ്ടാമത്തവൻ ഹാം. ഹാമിന് 4 മക്കൾ. So Ham has got 4 kids. 10ാം അധ്യായത്തിന്റെ 6ാം വാക്യം. ഉൽപ്പത്തി 10ന്റെ 6. So chapter 10 verse 6. ഹാമിന്റെ പുത്രന്മാർ ചിലരുടെ പയ്യ വായിക്കും. എല്ലാവരും കേട്ടു പോകും. കൂശ്, മിസ്- ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, ആ. പൂത്ത്, കനാൻ. ശക്തമായിട്ട് വായിക്കുക. കൂശിന്റെ പുത്രന്മാർ ഷേമിന്റെ പുത്ര അവിടെ ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. 4 പേര്. എനിക്ക് ഹാത്തിനൊക്കെ പ്രയാസമുള്ളതാ. ഉറക്കെ സംസാരിക്കരുത്, ഒച്ച ഉണ്ടാക്കരുത് എന്നൊക്കെ ഡോക്ടർമാരൊക്കെ പറഞ്ഞത്. അവൻ ദൈവത്തെ ആരാധിച്ച് സ്വോത്രം പറഞ്ഞ് ചാകാൻ അന്തസ്സുണ്ടല്ലോ. So I have heart problems, so I shouldn't be shouting like this, but അവിടെ രാത്രി യോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗിച്ച് പകുതിയായപ്പോൾ നെഞ്ചിനകത്ത് കഠിനമായ വേദനയുണ്ടായി. ഞാൻ താഴോട്ടങ്ങ് വീണു. പി സി ചെറിയ താങ്ങി എന്നെ കിടത്തി. പിന്നീട് ചെറിയാച്ചൻ പറഞ്ഞു, കാറ്റ് പോയെന്നാ ഞാൻ ചിന്തിച്ചെന്നാ പറഞ്ഞത്. so once when I was in Pastor PC Cherian church, when I was speaking, I thought I almost വർഷങ്ങൾക്ക് മുമ്പാണ്. several years ago. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ മടിയിലോട്ട് കടന്നു. അദ്ദേഹം കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു. ഒരു പാട്ടെടുത്തിട്ട് ഇരവെല്ലാം കൂടെ ആത്മാവ് നിറഞ്ഞ് പാടി. So I was there and I was praying and everybody prayed for me. എന്റെ ഉള്ളിൽ നല്ല ബോധമുണ്ട് ഈ പാട്ട്.
So I know this song in my heart. പാട്ടിന്റെ വരി ഇങ്ങനെ അന്തതയകന്നനന്ദ നിത്യരാജ്യമേ ഈ അന്ധകാര സിന്ധുവിലൂടെ നേടുന്നങ്ങൾ എന്നായിടും തവ നീതിയിൻ കതിരോനെ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ. ഈ പാട്ട് പാടി എല്ലാവരും ആത്മാവിൽ നടന്നു. And everybody was worshiping in spirit. പിന്നെ പറഞ്ഞു ഞാൻ മരിച്ചു പോയി, ശരീരമല്ലാതെ തണുത്തുപോയി, ചലനമൊന്നുമില്ല. അദ്ദേഹം വെപ്രാളപ്പെട്ടു. കാരണം അദ്ദേഹം തന്നെ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഈ സംഗതി വന്നാൽ അദ്ദേഹത്തിന് ക്ഷീണമാ. വളരെ കണ്ണീരോടെ എല്ലാവരും പ്രാർത്ഥിച്ചു. So Pastor P.C. Junior was very sad because they thought I was dead. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. After half an hour I was up. ചെറിയാച്ചൻ പറഞ്ഞ് കസേരയിലോട്ടിരുന്നു വെള്ളം കുടിക്കാൻ പറഞ്ഞു. So he said, can you sit here and drink some water? പറഞ്ഞു വെള്ളം ഒന്നും കുടിക്കുന്നില്ല, ബാക്കി ഞാൻ പ്രസംഗിക്കാൻ പോവാണ്. I'm not drinking, I'm going to continue with my message. തിരുവചനം പ്രസംഗിച്ച് യാതൊന്നല്ലയോ നല്ലത്. I would like to die by when I was sharing the word of God. പറയല് കൈ പഠിക്കല് പാട്ടും പാടുകല ഉള്ളതെല്ലാം കൂടെ വലിച്ചു വാരി കഴിച്ച് ഷുഗറും പിടിച്ച് കുറച്ച് മുറിച്ച് യാകുന്നതിന് നല്ലത് സുവിശേഷം പറഞ്ഞ് യാകാ അന്തസ്സുണ്ടല്ലോ. I would like to die when I am sharing the word of God instead of being sick. അന്ന് രാത്രി ബാക്കി ശുശ്രൂഷിച്ചു, രാത്രി വിട്ടുകൊടുത്തില്ല. രാത്രി ഞങ്ങൾ മുടിരാത്ര പ്രാർത്ഥന നടത്തി. I even had an all night prayer that night. ആ തൊട്ടടുത്തൊരു തോടുണ്ടെന്ന് വെള്ളം ഒഴുകിക്കൊണ്ട് തോട്ടിൽ പോയി രാത്രി മുങ്ങി കുളിച്ചു. രാത്രി ഇരുന്ന് ഞങ്ങളെല്ലാം കൂടെ പാട്ട് പാടി ആത്മാവ് തുടങ്ങി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. And we started worshiping in spirit and we were worshiping all night. അടുത്ത കാലത്ത് കാവാല സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര പ്രയാസമുണ്ടായി. ഞാൻ താഴെ പോയി. അതും ഇതുപോലെ തന്നെ ശരീരമെല്ലാം വിട്ട് വീർത്ത് വലിയ പ്രശ്നമായി. ആംബുലൻസുമൊക്കെ പെയ്ത്തോപ്പി കൊണ്ടുവന്നു. ആംബുലൻസ് കേറ്റാൻ പറഞ്ഞു കൊണ്ടുപോകേണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എന്നെ എഴുന്നേൽപ്പിച്ചു. The same thing happened next day when I was in church. The ambulance came and they were about to അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, ദൈവസന്നിധി വരുമ്പോൾ ശക്തിയോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. So we need to worship God with full strength when we come into His presence. യഹോവയ്ക്ക് തന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവിൻ. We need to worship God according to His calling. അപ്പോൾ ശേമിന്റെ 10ാം തലമുറ അബ്രഹാം. So Abraham was 10th generation from Shem. അങ്ങനെ 4 പിള്ളേർ 10-6 ഒന്നുകൂടെ വായിച്ച സഹോദരി 10-6. So 10-6. പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. So 4 kids. Continue. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, മിസ്രയീം, പൂത്ത്, കനാൻ 4 പേര്. ഇനി അതില് രണ്ടാമത്തവൻ മിസ്രയീം. മിസ്രയീമിന് 6 പിള്ളേർ. 13ാം വാക്യം മിസ്രയീമോ, ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തൂഹീം. ഇങ്ങോട്ട് നോക്ക്. മിസ്രയീമോ, ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തൂഹീം, പത്രൂസീം, നത്രൂസി 6 പേര്. And so we have 6 children here. അപ്പോൾ ഇവരിൽ നിന്ന് 14ാം വാക്യത്തിന്റെ ഒടുവിൽ ഫെലിസ്ത്യർ ജനിച്ചു. അത് വലിയ കുഴപ്പമില്ല. 14ാം വാക്യത്തിന്റെ ഒടുവിൽ വലിയ കട്ടിയില്ല. ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കണ്ടോ, അതിന് വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ. അപ്പൊ ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. ഇതാണ് തലമുറയുടെ ചരിത്രം. So this is the history of the genealogy. From there came Philistine. നോഹയുടെ 10ാം തലമുറയാണ് അബ്രഹാം. So Abraham was the 10th generation from Noah. നോഹയുടെ കൊച്ചുമക്കളാണ് കനാന്യരും ഫെലിസ്ത്യരും. So Noah's grandkids are the Canaanites and Philistines. പ്രയാണം ചെയ്ത് ഈ കനാന്റെ സന്തതികൾ വന്ന് ഈ കനാൻ ദേശം കൈയടക്കി. So the Canaanites came to this place and they took that place. കനാന്യർ ഈ ദേശത്ത് കൈയടക്കിയത് കൊണ്ട് ഇവരുടെ പേരിലാണ് ഈ ദേശം അറിയപ്പെട്ടത്. So since they got this place, they were called according to their name. നാട്ടിലൊക്കെ ചില ആൾക്കാരുടെ പേരില്ല സഭ അറിയപ്പെടുന്നത്. മേരിക്കുട്ടിയുടെ സഭ, കുഞ്ഞുമോടെ സഭ, തമ്പിയുടെ സഭ, ബേച്ചിന്റെ സഭ, കുഞ്ഞുമനുച്ചാന്റെ സഭ. കർത്താവിന് സഭയില്ലെന്നേ ഉള്ളവർക്കെല്ലാം സഭയുണ്ട്. So in India we know about these churches with the different people's name, but they don't want to call it the Church of God. പെണ്ണുങ്ങൾക്ക് വരാ സഭ. Even the ladies. കർത്താവ് പറഞ്ഞത് ഞാൻ എന്റെ സഭയെ പണി വന്ന കർത്താവിന്റെ സഭ. The Christ said, I will build my church. എന്നോട് ചോദിച്ചു എവിടാ വീടെന്ന് ചോദിച്ചു. So they asked me, where's your ഞാൻ home? പറഞ്ഞു കാവാലത്താ വീട്. In Kavalam. In Kavalam. ഞാൻ കാവാലത്താ വീടെന്ന് പറഞ്ഞു. I said my home is in Kavalam. അപ്പൊ എന്നോട് ചോദിച്ചു ലീലാമ്മയുടെ സഭയിലാണെന്ന് ചോദിച്ചു. So they said, are you in Leelama's church? ഞാൻ ചോദിച്ചു ലീലാമ്മ എപ്പോഴാ രക്തം ഊറ്റിയേ? So when did Leelama die for me? സഭയ്ക്ക് വേണ്ടി രക്തം ഊറ്റിയത് യേശു ക്രിസ്തുവാ. It's Jesus Christ who died for my church. വായിക്കുന്ന സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. So it says God got the church with His own blood. സ്വന്തം രക്തം എനിക്കായി ചിന്തിയല്ലോ, സ്വന്തം രക്തം എനിക്കായി ചന്തം ചിന്തും തിരുപേർക്കായി ചന്തം ചിന്തും തിരുമേ നീയൻ പേർക്കായി സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റെയും ഓ ബന്ധമില്ല തായിയെ ഓർത്തു ബന്ധം
കൃപയേ 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 കൃപയേ. അപ്പൊ ഈ കനാൻ ദേശം എന്ന പേര് വരാൻ കാര്യം കനാന്റെ സന്തതികൾ ഈ ദേശം വന്ന് കൈയടക്കി. So the sons of Canaan were there, that's why it's called the place of Canaan. അതുകൊണ്ട് അവരുടെ പേരിനാൽ ഈ ദേശം പിൽക്കാലത്ത് അറിയപ്പെട്ടു. So that's why it's called the Canaanite. പലസ്തീൻ എന്ന ഇതിന് പേര് വരാൻ കാര്യം പടിഞ്ഞാറേ തീരത്ത് പെലിസ്തീൻ ഉണ്ടായിരുന്നപ്പോൾ റോമനുടെ കാലം വന്നപ്പോൾ പെലിസ്തീൻ ഉള്ളത് കൊണ്ട് ലോപിച്ച് പലസ്തീൻ എന്ന പേര് ഈ ദേശത്തിന് വന്നു. Later during the time of Romans, the Philistines came to there, that's why it's called Philistine. എബ്രായരുടെ ദേശം എന്ന് പേര് വരാൻ കാര്യം നദികടന്ന് വന്ന എബ്രഹാമിന്റെ സന്തതി പരമ്പരകളും ഈ ദേശത്ത് പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ ദേശത്തിന് എബ്രായരുടെ ദേശം എന്ന് പേര് വന്നു. And later it was called the land of Hebrews because the Hebrews came by crossing the Red Sea. വാഗ്ദത്ത നാട് എന്ന ഈ സ്ഥലത്തിന് പേര് വരാൻ കാര്യം ഉൽപ്പത്തി പുസ്തകം 13:14 സർവജ്ഞനായ ദൈവം തമ്പുരാൻ അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുത്ത സ്ഥലമാണിത്. It's also called the Promised Land because it was said in the book of Genesis എന്ന് പേര് 13:14. വരാൻ പിൽക്കാലത്ത് കാരണം യേശുക്രിസ്തുവിന്റെ പാദസ്പർശനമേറ്റ സ്ഥലമാകിയാലും ദൈവാലയം നിവസിക്കുന്ന സ്ഥലമാകിയാലും അതിന് പിൽക്കാലത്ത് പലരും വിശുദ്ധ നാടെന്ന് പേര് വിളിച്ചു It was വരുന്നത്. also called the Holy Land because Jesus Christ was there and the temple was also residing there. എല്ലാം കൊണ്ട് സുന്ദര സുലഭമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. So by all means it was a great place. കനാൻ ദേശത്തോട് ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിരുന്നു കാദേശും. So Kadesh is close to Canaan. അപ്പോൾ ഏറ്റവും മെച്ചമായ നല്ല സ്ഥലമായിരുന്നു കനാൻ ദേശം. So Canaan is one of the best places. കനാന്റെ പ്രത്യേകതകൾ 1-2 വാക്യം വായിക്കുക. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7 മുതൽ താഴോട്ടും ആവർത്തനം 11:19 12 106-ാം സങ്കീർത്തനം 24-ാം വാക്യവും പുറപ്പാട് പുസ്തകം 3-7 വാക്യവും എല്ലാം പ്രസംഗിക്കാൻ സമയം തികയത്തില്ലെങ്കിൽ ഒരു വാക്യം വായിക്കാം. ആവർത്തനം 8-7 മുതൽ താഴോട്ട്. Deuteronomy 8:7. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന അത് നീരൊഴുക്കും താഴ്വരയിൽ മലയിൽ നിന്ന് പുറപ്പെടുന്ന നീരൊഴുക്കുള്ള ഉറവകളും തടാകങ്ങളുള്ള ദേശം, ഗോതമ്പയവും മുന്തിരി അത്തി മാതളമുള്ള ദേശം, ഒരുവൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാത്തതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമരം വെട്ടിയെടുക്കുന്നതുമായ ദേശം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഞാൻ പിന്നെ ചെയ്യിപ്പിക്കാം, അവിടെ ഇരിക്കുക, സ്തോത്രമൊക്കെ ചെയ്യിപ്പിക്കാം, ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ കർക്കശമായ ഉപദേശമായ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. So it is a very stern warning about how we need to praise God. നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. So God has brought us to a beautiful ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ഇസ്രായേൽ മക്കളെ മോശ മുഖാന്തരം ഓർപ്പിച്ചുണർത്തുക, അല്ലയോ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുവന്നത്. So it talks about, oh Israel, God has brought you into a good land. എന്താ അങ്ങനെ പറയാൻ കാരണം? Why so? ഇത് പറഞ്ഞല്ലോ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിയത്. Did God say that? 430 വർഷം ഇസ്രായേലിൽ പ്രവാസികളായി പാർത്തുകൊണ്ടിൽ 215 വർഷം പീഡകൾ ഉണ്ടായ ചരിത്രം. ആ പീഡ നിമിത്തം നിലവിളിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഉദ്ധാരകനായിട്ട് മോശയെ കൊടുത്ത് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ പുറപ്പെടുവിച്ചു. So God, for 432 years they were in Egypt and God gave Moses, and through Moses they came from Egypt to Canaan. അപ്പോൾ പുറപ്പെടുവിച്ചപ്പോഴേ അന്ന് പറഞ്ഞത് ആ നല്ലൊരു ദേശത്തേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. So even at that time God told them, I'm going to take you to a good land. തെളിവിനൊരു വാക്യം പുറപ്പാട് 3:7-8. So Exodus 3:7-8. യഹോവ അരുളിച്ചെയ്തത്, ആ. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ആ. ഊഴവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ആ. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ, അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും, ആ ദേശത്ത് നിന്ന്, ആ ദേശത്ത് നിന്ന് മിസ്രയീമിൽ നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് എടുത്തു പറയുക, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് താഴോട്ട് പഠിക്കുമ്പോൾ ഏഴുകൂട്ട ജാതികളിൽ നിന്ന് ഞാൻ നിങ്ങളെ അവരെ ദേശം കൈവശമാക്കും. അപ്പൊ നല്ലൊരു ദേശത്തേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. So right here God has told them that I am going to take you to a good land, പാലും തേനും ഒഴുകുന്ന ദേശം, where there is honey and milk. അപ്പോൾ ശ്രദ്ധിക്കും, നിങ്ങളെല്ലാം പഠനത്തിൽ തിട്ടമുള്ളവരെ. ഞാനിപ്പോൾ പറയാനുണ്ട്, ഈ ചരിത യോധന വന്നിരിക്കുന്ന ബലപ്പെടാനൊന്നും വല്ല ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ദൂത് വല്ലതും ശരിയാകുന്നുണ്ടോ, പോയിട്ട് വല്ലതും വിട്ടുപോകാൻ നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ എനിക്കറിയാം. നിങ്ങളുടെ അത്ര ഒന്നും ഒപ്പിക്കാൻ അറിയാൻ മേല. ശരിയൊക്കെ ഇന്ന് നാളെ ഒപ്പിക്കാൻ നിങ്ങളും എൻ്റെ കൂടെ ഒന്ന് യോജിക്കണം. ഒന്നിച്ച് അവൻ്റെ നാമത്തെ നമുക്ക് അതേപോലെ ഉള്ളു. ആവർത്തനത്തിൽ വാക്യമുണ്ട്, വടിയിൽ അവരുമായിട്ട് വിഘടിക്കരുത്. അപ്പം ഇന്നും നാളെ ഒന്നും വിഘടിക്കരുത്. നമുക്കെല്ലാം കൂടെ യോജിച്ച് പോകണം. ഈ യോഗം നല്ല യോഗമായി തീരണം. വേറെ പ്രാർത്ഥിച്ചോണം. ഏതായാലും നല്ല ദേശമാണ് കനാൻ ദേശം. So either way the Canaan land was a good land. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൊണ്ട് സുന്ദര സുലഭമായ ദേശമാണ് കനാൻ ദേശം. So it was a beautiful land. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യത്തിൽ മിസ്രയീമിൽ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു നല്ലൊരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. So even
when God started them from Egypt, God already told them the place where there is honey and milk, a good land. ഇത് കേട്ടാണ് ഇവർ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. So they heard this and they started Exodus. കുഞ്ഞാടിനെ ചേർത്തു, ചോടത്തല യാചരിച്ചു, ചെങ്കടൽ കടന്നു, ഷൂറി കയറി, മാറേ കയറി, എലീമി കയറി, സീനി വന്നു, അർമോനി വന്നു, പാറാനി വന്നു, കിഴക്കേ ചരി പറഞ്ഞ് പിന്നെ സീനി വന്നു. ഇങ്ങനെ 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയം അടിച്ചു. 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ. So they started all the way from Egypt and went to the Red Sea and went to the desert. In 40 years they camped in 42 places. അങ്ങനെ പാളയം അടിച്ചു വന്നപ്പോൾ ഇടയ്ക്ക് പറയുകയാണ്, അയ്യോ ഇസ്രായേലേ, നിന്റെ ദൈവം നിന്നെ നല്ലൊരു ദേശത്തേക്ക് കൊണ്ടുപോകുക. And when they were camping, God said, "You Israel, oh Israel, I'm taking you to good land." Did I tell you that? പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ ഇപ്പം വീണ്ടും പറയുന്നത്? Then why is he repeating this again? അതിന്റെ കാരണം The reason is, ഇവര് മിസ്രൈമിൽ നിന്ന് ശരീരം കൊണ്ട് പുറപ്പെട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രൈമില്ല. even they started from Egypt, with their body, their minds, their hearts were still in Egypt. മാർത്തോമായും സിയസയും യാക്കോബായും ഹൈന്ദവ പശ്ചാത്തലവും മറ്റിതര മതസ്ഥരായി ജീവിച്ചവരൊക്കെ അതൊക്കെ വിട്ടെന്നേ ഉള്ളൂ, ശരീരം കൊണ്ട് വിട്ടെന്നേ ഉള്ളൂ. പക്ഷെ പലരും ഇപ്പോഴും ഹൃദയം കൊണ്ട് അവിടെ തന്നെ. So a lot of us who came from other backgrounds like Marthamites, Jacobites or Hindu, although by bodily we are here in God's presence, our heart is still there. വലിയ പള്ളി നിറങ്ങി കൊച്ചു ഹോളിൽ വന്ന് കയറി, അത്ര ഉള്ളു. മാനസാന്തരം ഒന്നും പലർക്കും വന്നിട്ടില്ല. So we came from a big church to a small hall, not real salvation. ശരീരം കൊണ്ട് ഇസ്രായേൽ വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും ഇസ്രായേലില്ല. So by body they left Egypt, but their hearts are still in Egypt. ഈ കോട്ടയത്തുകാരും കോട്ടയം ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ആരെയും ഉണ്ടെന്ന് കൈ, പാസ്റ്റർ കോട്ടയംകാരന എങ്കിലും വേറെ ആരും പാസ്റ്റർ കൊണ്ട് കൈ പൊക്കിക്കുന്നില്ല. കൊണ്ടുവന്ന് കൈ പൊക്കിക്ക് അങ്ങോട്ട് പൊക്ക് ഒന്ന് കാണട്ടെ. അപ്പം മതി. അപ്പൊ ഈ കോട്ടയം നാട്ടിലെ കോട്ടയത്തൊരു നാട്ടുചൊല്ലുണ്ട്, ചൊല്ലിങ്ങനെ, വഞ്ചി ഇപ്പോഴും തിരുനക്കരയെ തന്നെ. There is this saying in Kottayam that the boat is from Tirunakara. അത് നാട്ടിലെ ഒരു ചൊല്ല, വഞ്ചി ഇപ്പോഴും തിരുനക്കരയെ തന്നെ. The boat is still in Tirunakara. അതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് വൈകുന്നേരത്ത് വള്ളത്തെ കയറി തുഴച്ചിൽ തുടങ്ങി. കണ്ണ് കൂട്ടിയടക്കാതെ കൈ ഇളക്കാതെ തുഴഞ്ഞ് നേരം വെളുത്ത് നോക്കിയപ്പോഴും വഞ്ചി കോട്ടയത്ത് തന്നെ, കാരണം കെട്ടടിച്ചിട്ടില്ല. Somebody did not untie their boat and they were starting to row and all night, and when they got up in the morning it was still there. വള്ളത്തിന്റെ പടികയിൽ കെട്ടുണ്ട്, ആ കയറ് കരയ്ക്ക് കുത്തിയിലെ കെട്ടടിച്ചില്ല, തുഴച്ച് നടക്കുക, നന്നായിട്ട് തുഴയുന്നുണ്ട്. They were rowing the boat with the rope that is tied. മുഴുവൻ ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് ഇങ്ങനെ തുഴയുക, പക്ഷെ വഞ്ചി എപ്പോഴും തിരുനക്കരെ തന്നെ. And they were rowing all night by saying glory and victory, but it was still tied to the pier. പെന്തിക്കോസ് ആരംഭിച്ചിട്ട് ദീർഘവർഷങ്ങളായി. Pentecost has started for long years. ശരിയായ ചരിത്രം പഠിച്ചാൽ ഉണർവുണ്ടാകുന്നത് അമേരിക്കയിലല്ല, ഇന്ത്യയിലാണ് ഉണർവുണ്ടാകുന്നത്. So if you study the history, the revival needs to start in India, not in America. രേഖപ്പെടുത്തിയപ്പോൾ അമേരിക്കക്കാർക്ക് സ്ഥാനം കൊടുത്തതേ ഉള്ളൂ. ഉണർവുണ്ടായതും അന്യഭാഷ കാര്യം പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ പറഞ്ഞത്. So even the historians recorded that way, it actually started in India. അതിനുശേഷമായിട്ട് കേരള ചരിത്രം പഠിക്കുമ്പോൾ പെന്തിക്കോസുകാരെക്കാരും കുറച്ചുകൂടെ പടക്കം ബ്രദറുകാർക്കാണ്. So if you study the history before the Pentecostals, there were brethren. ബ്രദർ സഭ ഉണ്ടാകുന്നതിന് മുമ്പ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വിയോജിത പ്രസ്ഥാനക്കാർ. വിയോജിതർ എന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ആചാര അനുഷ്ഠാനങ്ങളോട് യോജിക്കാൻ പറ്റാതെ അതിന്റെ പ്രഥമ നേതാവായിരുന്നു സൈമൺ സാറ്. So there was this the separatist group who the leader was Simon Sar. അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് ബ്രദറുകാർ വന്നത്. പിന്നെ പെന്തിക്കോസ്തക്കാരിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് മാറിപ്പോന്ന. So from that started the brethren, that the Pentecostal kept on. ദീർഘനാളുകളായിട്ട് പെന്തിക്കോസുകാര് ധാരാളമുണ്ട്. So there are a lot of Pentecostals through the stages. കേരളത്തിലെ പെന്തിക്കോസിന്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളാണ് പന്തളം മത്തായിച്ചൻ. വേറെ ചിലരുടെ പേരൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ വേറൊരു വിഷയം. തലതൊട്ടപ്പൻ പന്തളം മത്തായിച്ചൻ, അതൊക്കെ വേറെ ചരിത്രം. So one of the forerunner is Pantalam Mattaichen. അപ്പോൾ അങ്ങനെ ചരിത്രം പഠിച്ചു വരുമ്പോൾ ധാരാളം പെന്തിക്കോസുകാരുണ്ട്. So we can see there's a lot of Pentecostals. അനേക സഭകളുണ്ട്, A lot of churches. യോഗങ്ങൾക്ക് ഒരു മുടക്കവുമില്ല. There's a lot of meetings. കൺവെൻഷനുകൾ ധാരാളമുണ്ട്. A lot of conventions. വചന ശുശ്രൂഷയേറെ ഉണ്ട്. A lot of ministry. അനേകതി ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്തൃദാസന്മാരുണ്ട്. There are a lot of ministers who do the ministry. ഇതെല്ലാം മുറക്കി നടക്കുന്നുണ്ടെങ്കിലും വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. All this is happening, but the boat is still in Tirunakara. എന്ന് പറഞ്ഞതുപോലെ Saying like that, ഇവരെ ശരീരം കൊണ്ടും ഇസ്രായേൽ വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും ഇസ്രായേലില്ല. just like that, the body was away from Egypt, but their hearts were still in Egypt. തെളിവിന് ഇപ്പോ ഒരു വാക്യം തരാം. I would like to read one verse. ഈ അരി ബന്ധോന്ന് എല്ലാ അരിയിലും പിടിച്ച് ഞെക്കത്തില്ലല്ലോ, ഒരെണ്ണത്തെ ഞെക്കിയാൽ മതി ബന്ധോന്നറി എന്ന് പറഞ്ഞ പോലെ വേഗാനായിട്ട് ഒരു വാക്യം ഇപ്പൊ തരാം. ഇപ്പോഴും ഇസ്രായേലിലാന്നുള്ളതിന് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന് 38-39. Acts chapter 7 verse 38 and 39.
സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവന് നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന് ഇരട്ടപ്പാട് ലഭിച്ച ദൈവം തന്നെ. അടുത്ത വാക്യം, നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു. അടുത്ത പദം, ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. തെളിഞ്ഞല്ലോ, ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. So the heart turned back to Egypt. അപ്പൊ ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമിലാണ്. So by body they were away, but their hearts were still in Egypt. ഈ ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമിലാന്നുള്ളതിന് ഒന്ന് രണ്ട് തെളിവ് തരാം. So I would like to give a few examples. വിസ്തരിച്ച് പ്രസംഗിക്കാൻ സമയമില്ല. I don't want to go into details. ഒന്നാമത്തെ തെളിവ്, First thing, ഈ സെമിത്തേരിയുടെ വിഷയത്തിന് ഉടക്കുണ്ടാക്കി. there was a problem for the ഇവരെ cemetery. ചെങ്കട തീരത്ത് വന്നിട്ട് പറയാം, ഇസ്രായേലിൽ ശവക്കോട്ട ഇല്ലാണ്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. So they were saying that in front of Red Sea, isn't there a cemetery in India? In Israel? സെമിത്തേരിക്കും സെല്ലിനും ഉടക്കുണ്ടാക്കുമ്പോഴേ ഓർത്തോണം ആണ് ഗുണപ്പെട്ടതല്ല, ഇപ്പോഴും പള്ളിയിൽ തന്നെയാണ്. So when there are problem for cemetery, remember they are still not here. പുതിയ നിയമത്തിന്റെ ഉപദേശം പറയാം, ആരടക്കുന്നെന്നോ എവിടെ അടക്കുന്നെന്നുള്ളത് വിഷയമല്ല, നിന്റെ ഒടുക്കത്തിനാ പ്രാധാന്യം. So in New Testament, it doesn't matter what the funeral is, what matters is your end. നാട്ടിലൊക്കെ ഇപ്പൊ ആൾക്കാർ മരിച്ചാൽ എത്ര നാൾ വെച്ചുകൊണ്ടിരുന്നു, പിന്നെന്തല്ലോ ആഘോഷങ്ങളും ഭയങ്കര പരിപാടികളാണ്, ലക്ഷക്കണക്കിന് രൂപ പൊടിച്ചു വാരി അടക്കുന്നത്. So in India, they spend a lot of thousands of dollars for the celebrations to funeral. അനുശോചനമാ പറഞ്ഞ 5 മിനിറ്റ്, പിന്നെ 4 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്, പിന്നെ 2 മിനിറ്റ്, പിന്നെ 1 മിനിറ്റ്, പിന്നെ മിനിറ്റ് ഇല്ല. പറയേണ്ട പുള്ളി ഇങ്ങനെ നോക്കിയാ നിൽക്കുന്നത്, വിഷമിച്ചാ പറയുന്നത്. So all of them are saying, for several minutes in the funeral. അടുത്ത കാലത്ത് അടക്കത്തിന് പോയപ്പോ ഒരു മാസയുടെ ഭാര്യ മരിച്ചു, സണ്ണി, അദ്ദേഹത്തിന്റെ ഭാര്യ ചിന്നമ്മ മരിച്ചു, ഞാനും പോയി. വെട്ടിത്തവൊക്കെ ചിലപ്പോൾ വിളിച്ചു പോകാറുണ്ട്. So I recently went for a funeral for a pastor's wife. അപ്പൊ ചെല്ല് പറഞ്ഞു, അമ്മ സണ്ണിച്ചായ ഭാരപ്പെടണ്ട, ചിന്നമ്മയെ സ്വർഗത്തിൽ ചെന്ന് കാണാം, ബെയ്യൂല നാട്ടിൽ സൂബിന്റെ തുറമുഖത്ത് ഉഷസ്സിൽ പുലരിയിൽ ആയാറിൽ. അതൊക്കെ നമ്മുടെ പ്രയോഗങ്ങളാണ്. So they were saying, oh pastor, don't worry about it. Sister Chinnamma is in the Beulah land in heaven. സണ്ണിയും കൈവക്കുന്നുണ്ട്, ചിന്നമ്മയെ കാണാമെന്ന് പറഞ്ഞു. So he was also worship praising God. എനിക്ക് അല്പസമയം വചനത്തിന് പ്രസംഗ സമയം തന്നു. ഞാൻ പറഞ്ഞത് കണ്ണിച്ചാ കണ്ണിക്കുകയല്ല, സ്വർഗത്തിൽ ചെല്ലുന്നത് ചിന്നമ്മയെ കാണാനല്ല, സ്വർഗത്തിൽ ചെന്ന് ചിന്നമ്മയെ തപ്പി നടക്കുകയാണ്. So he said, hey Pastor Sunny, don't worry, we are not going to heaven to see your wife. ഞാൻ പറഞ്ഞത് അണ്ണിച്ചാ സ്വർഗത്തിൽ ചെന്ന ചിന്ന എന്നുള്ള ചിന്ത പോലും വരികയില്ല. He said you won't even think about her. കാരണം പ്രശ്നമല്ല, ഈ ശരീരത്തോടല്ല അങ്ങോട്ട് ഇരുന്നത്, വേറൊരു ശരീരം നമുക്ക് ലഭിക്കും. Because you are not going there with this body, you are going with ഈ this ശരീരത്തിൽ ആ ചിന്തകളും വിച്ചകളും വിചാരങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നത്. When you are in this body, you have those kind of thoughts. കിട്ടാൻ പോകുന്ന ശരീരം വേറൊരു ശരീരമാണ്. Because what you are about to receive is a new body. അദ്രവത്വമില്ലാത്ത പ്രാപിക്കും, മർത്യമായത് അമർത്യമായത് പ്രാപിക്കും, ബലഹീനമായത് ശക്തിയുള്ളതിനെ പ്രാപിക്കും, താഴ്ചയുള്ളത് മഹത്വമുള്ളതിനെ പ്രാപിക്കും. ആ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. And the new body you have received is not according to this world. You are not going to have this world. It will be a transformed body. എനിക്ക് പാടാനുള്ള കൃപയൊന്നുമില്ലെങ്കിൽ പാട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. I don't know, I don't sing much, but I want to sing. സാർ പണ്ടിങ്ങനെ പാടി, പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും, മംഗളം പൂതിഗന്ധം നിറയൂമീ പൂതിഗന്ധം. ഈ പൂതിഗന്ധം എന്ന് പറഞ്ഞാൽ ദുർഗന്ധം, ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച പല്ല് തേക്കാതിരുന്നേ, എന്തിനാ പല്ല് തേച്ചിട്ട് നാറ്റമാകുന്നില്ല, പിന്നല്ലേ തേക്കാതിരിക്കുന്നു. അതല്ലയോ അയ്യോ ചിലത് ഇപ്പൊ യോഗത്തിനിടയിൽ ആട് ചവയ്ക്കും പോലെ ചവച്ചോണ്ടിരിക്കുക. നീ യോഗത്തിന് തന്നെ വന്നതാ. So because of കന്നാലിയാ ഇങ്ങനെ ചുമ്മാ അയ പറക്കിക്കൊണ്ടിരിക്കുന്നത്. you don't have to cut cheese. സഭായത്തിന് വന്നിരിക്കുക, വെടിവെക്കണം. Don't be cut chewing. ആരാധനയ്ക്ക് അതിന്റെ പവിത്രതയുണ്ട്. Because there's the beauty of worship. അപ്പൊ ഇത് ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. This body is going to stink. ഈ ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരത്തിന് എന്തെല്ലാം അടിക്കുന്നു, പിരിയം അടിക്കുന്നു, ലിപ്റ്റിക് ഇടുന്നു, പിന്നെ നഖത്തേലടിക്കുന്നു, എന്ന് വെച്ചതെല്ലാം അടിച്ചു വെച്ച് സ്റ്റേജിൽ കയറി ലോകമേനിക്കൂ. നാളെ വന്നേക്കേ. So after all this, we are still singing the song. ഞാൻ പറഞ്ഞ പോലെ അന്ന് പറഞ്ഞു. Yes. അപ്പൊ ശ്രദ്ധിച്ചത്, ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. So this body will stink. മുടിയെല്ലാം മുടിച്ച ചിന്നാടൊരു സഹോദരി കയറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഇതിനൊക്കെ എന്നെ വെട്ടുമാറുണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ വെക്കുന്നത്. നാളെ ഇനി നാളെ. So they said, I'm going to talk tomorrow. ഇത് പൂരഗന്ധം ഉണ്ടാക്കുന്ന ദേഹമാണ്. Because this body is going to stink. ഇത് ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരം. We're going to stink this body. അപ്പൊ സാർ പറഞ്ഞേക്കുന്നത്, പൂതിഗന്ധം നിറയൂമീ
വിഭൂതിഗന്ധം നിറയൂമി ദേഹം തകർത്തിടുമേ. മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും. മംഗളം. കരമുയർത്തി കല്ലേറിയ പാടിയാട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം നാളെ പ്രസംഗിക്കാം. തന്ന സമയത്തിന് കൃത്യത പാലിക്കണം. സമയമായി ദൈവം അനുവദിച്ചാൽ നാളെ പ്രാർത്ഥനയോടെ വരാം. ദൈവത്തിന്റെ വചനം ധ്യാനിക്കാം. എല്ലാറ്റിലും ഉപരി കർത്താവിന്റെ വരവിനായിട്ട് നിന്നാം. എല്ലാവരെയും ദൈവം ആശീർവദിക്കണം. May God bless you all. Let's get ready for His coming.